VS ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അതിനകത്ത് അണുവിട വ്യതിചരിക്കാത്ത ഒരാളാണ് ഇദ്ദേഹം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ ഞാൻ ഇത്രയും ത്യാഗം സഹിച്ചു വന്നു, ഞാൻ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെ വന്നു, ഇങ്ങനെയുള്ള വർത്തമാനം ഒന്നും പറയാൻ പോകാറ്. പാർട്ടി വിരുദ്ധൻ എന്ന് ഇദ്ദേഹം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിൻ്റെ ടീം അങ്ങനെ പറഞ്ഞ് ആരോപിച്ച അതിൻ്റെ പേരിൽ CCയിൽ നിന്നവരെ പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യനെ പാർട്ടി സഖാക്കൾ വന്നിട്ട് കണ്ണേ കരളെ VS എന്ന് പറഞ്ഞാൽ പോടാ പുല്ലേ പിണറായി എന്ന് അവർ പറയാതെ പറയുന്നത്. അതാണ് പരോക്ഷമായിട്ട് പറയുന്നത്. കണ്ണേ കരളെ VS എന്ന് 10,000 വിളിക്കുന്നത് ഇദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുക. അത് ഇദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഒരു അടിയാണ്. രാജ്ഭായ് നമസ്കാരം. നമസ്കാരം. VS അച്യുതാനന്ദൻ ഓർമ്മയായിരിക്കുകയാണ്. VS അച്യുതാനന്ദനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം നയിച്ചിട്ടുള്ള സമരങ്ങൾ, അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, അതും കർക്കശമായിട്ടുള്ള നിലപാടുകൾ, ഏതൊരു വിമർശനത്തെയും കൂസാത്ത ഒരു സഖാവ് കൂടിയായിരുന്നു അദ്ദേഹം. ആദ്യം അദ്ദേഹം പിണറായി വിജയനെ വളർത്തിക്കൊണ്ടുവന്നു. അതിനുശേഷം പിണറായിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിലും അദ്ദേഹം മുന്നിട്ട് നിന്നു. പാർട്ടിക്കകത്തും പുറത്തും പരസ്യമായി തൻ്റെ നിലപാടുകൾ കൃത്യമായി പറയാനായിട്ട് VS തയ്യാറായിരുന്നു. VSനെ ഓർക്കുമ്പോൾ എന്താണ് ഇനിയും പറയാനുള്ളത്? VS ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അതിനകത്ത് അണുവിട വ്യതിചരിക്കാത്ത ഒരാളാണ്. ഇപ്പം പല കാര്യങ്ങൾക്കകത്തും പുള്ളി ആശ്രിത വത്സലനായിട്ടും മാറാറില്ല. കൂടെ നിൽക്കുന്നവർ തെറ്റ് ചെയ്താലും തള്ളിക്കളയും. ഇപ്പോൾ കരുണാകരൻ അതേസമയം കൂടെ നിൽക്കുന്നവർ എന്ത് കാണിച്ചാലും അവരെ സമ്മതിക്കും, അക്കോമഡേറ്റ് ചെയ്യായിരുന്നു. പിണറായിക്കും ആ ഗുണമുണ്ട്. P ശശിയാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും തിരിച്ചു കൊണ്ടുവരുന്നതിനകത്തൊക്കെ പുള്ളി ചില ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിലും അവഗണിക്കും. പുള്ളി പറയുന്നിടത്ത് നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ പെട്ടി തൂങ്ങികളെ കൊണ്ട് നടക്കുന്ന രീതി VS ഇല്ല. പെട്ടി തൂക്കിക്കൊണ്ട് നടക്കാനും ആരെയും അനുവദിക്കാറില്ല VS അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്തുനിന്ന് ഒരു നെഗറ്റീവ്സ് വന്നാൽ അവർ VSനെ പിന്നെ വാഴ്ത്തിക്കൊണ്ടിരുന്നാലും ശരി കോംപ്രമൈസ് ചെയ്തില്ല. ഒരു പരുക്കൻ സ്വഭാവമാണ്. പരുക്കനാവും. 4 വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട, 11 വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട, 7ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്ന, പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായ ഇയാൾ മരിച്ചു എന്ന് എഴുതിയിട്ട് ജയിലിൽ നിന്ന് 2 കാലും കൂട്ടിക്കെട്ടിയിട്ട് പിന്നെ ബാനറ്റൊക്കെ വെച്ച് അടിക്കുകയും ആകെ അവസാനം ഇയാളെ ബോധം പോകുന്നു. അങ്ങനെ പോകുമ്പോൾ സക തടവുകാർ ആ വണ്ടിക്കകത്തുണ്ട്. ഇയാളെ കൊണ്ടുപോയിട്ട് ചതുപ്പിക്കൊണ്ടിടാനുള്ള പരിപാടിയായിരുന്നു. ആ സമയത്ത് ഇയാൾ ഒരാളിങ്ങനെ സംശയം തോന്നി. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു VSന്റെ ഒരു ഇന്റർവ്യൂവില് VS അത് കാലെടുത്ത് വെച്ച് കാണിച്ചു തരുന്നുണ്ട്. കാരണം ഇതാണ് ഇത് വെച്ച് കുത്തിയത്. ഇദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ ഞാൻ ഇത്രയും ത്യാഗം സഹിച്ചു വന്നു, ഞാൻ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെ വന്നു, ഇങ്ങനെയുള്ള വർത്തമാനം ഒന്നും പറയാൻ പോകാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ചില ഇന്റർവ്യൂവിനകത്ത് ചോദിക്കുമ്പോൾ അത് വലിയ സംഭവമായിട്ട് പറയാറില്ല, പത്രസമ്മേളനത്തിൽ പറയാറില്ല, ഒന്നുമില്ല. ഇന്റർവ്യൂവിൽ പേഴ്സണലായിട്ട് അവരങ്ങനെ ചോദിച്ചു പോകുമ്പോൾ അപ്പം മാത്രം ചെറുത്ത് തുറന്നു പറയുന്നു. അമ്മ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചെന്നോ അച്ഛൻ മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രാരാബ്ദങ്ങളൊന്നും അനുഭവങ്ങളൊന്നും ഇദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല പത്രസമ്മേളനത്തിലൂടെ. വീട് തൊഴിലാളികളുടെ ഇടയിൽ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നെന്നും പാർട്ടി സംഘടിപ്പിച്ചെന്നും ഞാൻ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ജീവിതം കൊടുത്തെന്നും അദ്ദേഹം ഒരിക്കലും പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരൊക്കെ വെല്ലുവിളിയും ഞാൻ സഹിച്ച ത്യാഗങ്ങളുടെ വലുപ്പമൊക്കെ പത്രസമ്മേളനത്തിൽ വരെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സ്വന്തമായിട്ട് സിനിമ വരെ എടുക്കാൻ വരെ പൈസ മുടക്കിയിട്ടുണ്ട് അപ്പുറത്ത്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ അവിടെ വന്നിട്ടുള്ള കാര്യം എന്താ, ഇപ്പം ഞാൻ പിണറായി വിജയൻ്റെ ജീവിതത്തിൽ പിണറായി വിജയനെ ഏറ്റവും വല്ലാത്ത അവസ്ഥയിൽ കണ്ടിട്ടുള്ളത് 2 പ്രാവശ്യമാണ്. വല്ലാത്ത ഒരു അസ്വസ്ഥനായി ഒരു എന്താ പറയുക, നമ്മൾ കാണുന്ന പവർഫുൾ പിണറായി വിജയൻ അല്ലാതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് 2 പ്രാവശ്യമാണ്. അതൊന്ന്, പുള്ളി അമേരിക്കയിൽ പോയപ്പം അവിടെ കാർഡ് ഓഫ് ഓണറൊക്കെ കിട്ടും, പരമാവധി സിവിലിയൻ ബഹുമതിയൊക്കെ കിട്ടും എന്ന് എഴുതിയിട്ട് നികേഷ് കുമാർ എടുത്തു കൊടുത്ത ഒരു ഇരുമ്പ് കസേരയിൽ ഇരിക്കേണ്ടി വന്നൊരു ഗതികേട്. ഈ ഇരുമ്പ് കസേരയിൽ ലോകത്ത് ഒരു മനുഷ്യനും ഇപ്പോൾ ഇരിക്കാറില്ല. നമ്മളൊക്കെ കുഞ്ഞിലെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഈ സാധനം തിയേറ്ററിൽ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ ഇല്ല. പുള്ളി വന്നപ്പോൾ ആദരിക്കാനായിട്ട് ഇവരോട് തപ്പിയെടുത്ത് അതേ കൊണ്ടേ ഇരുത്തി. അപ്പോൾ ആൾക്കാരൊക്കെ ചുറ്റും കൂടി. പുള്ളി കരുതി, കാരണം ഞാൻ കാരണഭൂതനാണല്ലോ, ഇവിടെ എനിക്ക് ഭയങ്കര ഫാൻസ് ഉണ്ടെന്നാണ് കരുതിയത്. ചിലപ്പോൾ നികേഷ് കുമാർ ഇനി പറഞ്ഞോന്നറിയത്തില്ല, സാറേ ഇവരെല്ലാം സഖാവിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന്. അവരെന്ന് വെച്ചാൽ ടൈംസ് സ്ക്വയറിൽ അങ്ങനെ കോമാളികളെ കൊണ്ട് നിർത്തുന്ന സ്ഥലമാണ്. അന്നത്തെ ഇരുത്തം കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഇരിക്കുന്നത് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നപ്പം അവിടെ അദ്ദേഹം ഇരിക്കുന്ന ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ അത് സെയിം ഇരുത്തമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചു. കാരണം എന്ന് വെച്ചാൽ പുള്ളിയെ ഇരുത്തിക്കൊണ്ട്, കാരണം പാർട്ടി വിരുദ്ധൻ എന്ന് ഇദ്ദേഹം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിൻ്റെ ടീം അങ്ങനെ പറഞ്ഞ് ആരോപിച്ച അതിൻ്റെ പേരിൽ CCയിൽ നിന്നവരെ പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യനെ പാർട്ടി സഖാക്കൾ വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുക. അല്ലാത്ത ആൾക്കാർ, ഇപ്പോൾ കോൺഗ്രസ്സുകാരോ BJPക്കാരോ ലീഗുകാരോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നു മാത്രമേ ഉള്ളൂ, കാണാനുള്ള അദ്ദേഹത്തോടുള്ള വൈകാരിക ബന്ധം കൊണ്ട്. പക്ഷേ ഈ മുദ്രാവാക്യം വിളിക്കുന്നവർ, ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ, CPMന്റെ പ്രവർത്തകരാണല്ലോ, ചെങ്കൊടി എന്നിട്ട് വന്നവരാണല്ലോ. ഇവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന് പറഞ്ഞ ആൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ്, ഞങ്ങളുടെ ചങ്കിലെ സഖാവ് എന്ന് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തള്ളിക്കളയുക. ഇതുവരെ പിണറായി വരച്ച വരയിൽ നിന്നിരുന്ന ഒരു സമൂഹം മുഴുവൻ യഥാർത്ഥത്തിൽ എൻ്റെ കൂടെ അല്ലായിരുന്നു എന്ന് തിരിച്ചറിയുകയാണ് ഇത്. മാത്രമല്ല, കണ്ണേ കരളെ VS എന്ന് പറഞ്ഞാൽ പോടാ പുല്ലേ പിണറായി എന്ന് അവർ പറയാതെ പറയുന്നത്. അതാണ് പരോക്ഷമായിട്ട് പറയുന്നത്.
കണ്ണേ കരളെ VSA എന്ന് 10,000 വിളിക്കുന്നത് ഇദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഒരടിയാണ്. പോടാ പുല്ലേ പിണറായി എന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, അത് പറയാതെ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ടാണ് ഇഞ്ചി എന്ന കുരങ്ങിൻ്റെ ഭാവത്തിൽ അവിടെ ഇരുന്നത്. പിന്നീട് പിണറായിയും VSനെയും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ. 2016 VS ആണ് കേരളത്തിൽ മുഴുവൻ ക്യാമ്പയിന് പോയത്. പലരും ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടുന്നില്ല. MA ബേബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. MA ബേബി പറഞ്ഞു ഞാൻ കുണ്ടറ മണ്ഡലത്തിൽ മത്സരിക്കുമ്പം ഇദ്ദേഹത്തിന് വരാൻ സമയം കിട്ടുന്നില്ല. പലർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ 140 മണ്ഡലങ്ങൾ കൊണ്ടു കടന്നു. ഘടകകക്ഷികൾ ഇദ്ദേഹത്തിന്റെ ഡേറ്റിന് വേണ്ടി നോക്കിയിരിക്കുക. ഇദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയേക്കാൾ വലുതാക്കി വെച്ചിരുന്നത്. അത് ഇദ്ദേഹം പറഞ്ഞിട്ടല്ല. ഇദ്ദേഹത്തിന് ഫോട്ടോ വെച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. VS ഇന്ന് വരെ PR വർക്ക് നടത്തിയിട്ടില്ല ഒരിടത്തും. സംഘടനാപരമായും പിന്നെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലും വലിയ ഹോൾഡിങ്ങുകൾ എവിടെയും വെച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം നടത്തുന്ന പോലെ സംസ്ഥാനത്തെ കടക്കടിയിലേക്ക് തള്ളിയിട്ടിട്ടാണ് ഈ ലക്ഷങ്ങളുടെ PR വർക്ക് നടത്തുന്നത്. മൈത്രി എന്ന് പറഞ്ഞാൽ അവർക്കായിരുന്നു ആദ്യം കൊടുത്തിരുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ അല്ലാന്ന് തോന്നുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ബ്രിട്ടാസും ടീമുമാണ്. ഇത് കോൺഗ്രസിനകത്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കോൺഗ്രസ്സുകാർ എപ്പോഴും കട്ടൗട്ട് വെക്കും, ഇതും വെക്കും. അവർക്ക് പ്രതിമ ഉണ്ടാക്കി വെക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ അതും വെക്കും. പിന്നെ വേണമെങ്കിൽ അവരുടെ പേരിൽ അമ്പലം ഉണ്ടാക്കാനോ പള്ളി ഉണ്ടാക്കാനോ പറ്റിയാൽ അതും ചെയ്യും. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്താണ് ഈ സാധനം വെക്കുന്നത്. പുള്ളി നിലമ്പൂർ പോയപ്പം മുള്ളി നോക്കുമ്പോൾ ഉണ്ട് ഗണേഷ് കുമാറിൻ്റെ വലിയൊരു ഫോട്ടോ. അപ്പോഴത്തേക്ക് പറഞ്ഞു ഇതൊന്നും വേണ്ട. നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മറ്റേ നേരെ VS അച്യുതാനന്ദൻ എന്ന മഹാനായ സഖാവിനെ കുറിച്ച് തന്നെ പറയാം. VS കടന്നു വന്ന യാതനകളുടെ വഴികൾ അദ്ദേഹത്തെ പരിക്കനാക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരെന്ത് കാര്യം കൊണ്ട് ചെന്ന് കഴിഞ്ഞാലും അദ്ദേഹം പിന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം നമ്മൾ അന്തരിച്ചു പോയ TN ഗോപകുമാറില്ലേ, കണ്ണാടി എന്ന പ്രോഗ്രാമിൽ അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം വിളിക്കാനും എന്തിനായിട്ട് ഇവർ രണ്ടുപേരും കൂടി പോയി ചെന്നു. എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു. ആരോഗ്യം മോശമാണല്ലോ എന്ന് പറഞ്ഞു. TNG നല്ല വെള്ളമായിരുന്നല്ലോ, ശ്രദ്ധിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം നേരെ വിളിക്കുക ബസുമതി എന്ന് പറഞ്ഞു വിളിച്ചു. ഭാര്യയെ വിളിച്ചു. ഭാര്യ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് പറഞ്ഞിട്ട് ഇന്ന ആളുടെ ആ പേരെനിക്ക് കിട്ടുന്നില്ല, മോനാണിത്, മകനാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ്, അതായത് കൃഷ്ണപിള്ളയുടെ മകനാണ് ഇദ്ദേഹം, കൃഷ്ണപിള്ളയുടെ ഭാര്യയാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചു പറയുന്ന ഈ വ്യക്തിപരമായ ബന്ധങ്ങൾക്കൊക്കെ ആത്മാർത്ഥതയും സത്യസന്ധതയും സൂക്ഷിക്കുകയും. അപ്പം KM ഷാജഹാൻ എന്നോട് കൊണ്ടുണ്ട്. നിന്ന സമയത്ത് നല്ല ബന്ധമായിരുന്നു. പക്ഷേ ഇവരെല്ലാം പുകച്ച്, ജോസഫ് സി മാത്യുവിനെ എല്ലാം പുകച്ച് കാണിച്ചത് എല്ലാ ചിറകെല്ലാം അരിഞ്ഞ് മൂലയ്ക്കാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇദ്ദേഹം മനുഷ്യരുടെ ബന്ധം സൂക്ഷിച്ചിരുന്നു. ആലോചിച്ച് വയ്ക്കേ, ഇപ്പോൾ പെമ്പിളെ ഒരുമയുടെ സമരം നടക്കുമ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെ എത്തുക. ഞാൻ പറഞ്ഞത് ഈ PB അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, ഇതൊന്നുമല്ല പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളെ, ആ ഇഷ്യൂസ് അറിയുകയും അഡ്രസ്സ് ചെയ്യുകയും അത് പാർട്ടിയുടെ ശ്രദ്ധയപ്പെടുത്തുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരിലാണ് ഈ പാർട്ടി നിൽക്കുന്നത്. ഇവർ ഈ കേന്ദ്രീകൃത ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ വായിക്കൊള്ളാത്ത ഘടന കൊണ്ടുവന്നിട്ടുള്ള കുഴപ്പമേ ഉള്ളൂ. പക്ഷേ സംഘടന ഏറ്റവും നന്നായിട്ട് ഇദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. ഇദ്ദേഹം ചെയ്തിട്ടുള്ള എന്താ, നിരന്തരമായി കേരളീയ സമൂഹത്തിൽ ഓരോ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നു. പെമ്പിളെ ഒരുമയുടെ സമരം നടക്കുമ്പോൾ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതേസമയം MM മണി എന്താ ചെയ്തേ, അവളുമാർക്ക് അവിടെ മറ്റേ പണിയാ. അയാൾ കണ്ടിട്ടുള്ള പെണ്ണുങ്ങൾ അങ്ങനെയായിരിക്കും, മറ്റേ പണിയായിരിക്കും. ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ വിദുരയിലെ പെൺകുട്ടിക്ക് നീതി ലഭിച്ചിരിക്കുന്നതും VSന്റെ കൃത്യമായ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ്. ഉറപ്പല്ലേ വിദുരയിലെ? കാരണം ജഗതിയൊപ്പം വേദി പങ്കിടാൻ വരെ തയ്യാറായില്ല വിദുരയിലെ പെൺകുട്ടിയുടെ വിഷയത്തിൽ. മാത്രമല്ല, സൂര്യനെല്ലി പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ആ കുട്ടിക്ക് ഇദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിന് സംഖ്യ എടുത്ത് വെച്ചിട്ട് ആ പൈസ കൊടുക്കുകയാണെന്ന്. അതൊക്കെ ഇപ്പോഴാണ് പുറത്ത് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പുറത്ത് വരുന്നത്. അദ്ദേഹം ഒരിക്കലും ഒന്നും പറഞ്ഞു നടന്നിട്ടില്ല. അവിടെ പോയിട്ട് കൊടുത്തപ്പോൾ ഇവർ വാങ്ങാൻ വിസ്മരിച്ചപ്പം ഒരു മുത്തച്ഛൻ തരുന്ന പോലെ കരുതണം, ഇത് തള്ളിക്കളയരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മനുഷ്യനിലെ സഹൃദയത്വത്തിലുണ്ട്. എപ്പോഴും അത് ചിരിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്ന ആളല്ല. മാധ്യമപ്രവർത്തകരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇന്ന് വരെ കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ടില്ല. KK രമയെ കാണാൻ പോയ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുക, അത് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിൽക്കുന്ന ഈ RB പുറത്തുകാർ പറഞ്ഞു, എല്ലാവരും പോകാൻ നോക്കി എടുക്കുക, സാധനങ്ങളൊക്കെ എടുക്കുന്ന പറഞ്ഞു. ഫോട്ടോ എടുത്തു കഴിഞ്ഞില്ലേ, നിങ്ങളെന്തിനാണ് ഇടപെടുന്നേ? ഞാൻ പറഞ്ഞില്ലേ അവരോട് പോയിക്കോളാൻ പറഞ്ഞില്ല, അവർക്ക് വേണ്ട ഫോട്ടോ എടുത്തിട്ട് അവർ പോയിക്കോളും, അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് RMPയുടെ ഒരു ശക്തിയും VS അച്യുതാനന്ദൻ തന്നെയായിരുന്നു. പിന്നീട് VS RMP പ്രവർത്തകരെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് കോൺഗ്രസിന്റെ വാലായിട്ട് RMP മാറുന്നു എന്ന് കണ്ട സമയത്ത് VS തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും VS തന്നെയായിരുന്നു KK രമയുടെ ഒരു ശക്തി എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, VS പിതൃതുല്യനാണ്, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നതെന്ന് KK രമ പറഞ്ഞിട്ടുണ്ട്. ആ കരച്ചിൽ നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ട്. അതായത് TP ഉയർത്തിയ വിഷയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുകയും അവർക്ക് നീതി പിന്നെ മേടിച്ചു കൊടുക്കുന്നതിന്, ആ സന്ദർശനം തന്നെ നീതി കൊടുക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ പോവുകയൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വഴികളിൽ നിന്ന് അവർ തെറ്റുമ്പോൾ എതിരാകുന്നു. അപ്പുറത്ത് വലതുപക്ഷ പാർട്ടികളുമായിട്ട് ചേരുമ്പോഴാണ് എതിരാകുന്നത്. അതും ഐഡിയോളജിക്കലാണ്. ഇദ്ദേഹത്തിനെല്ലാം കമ്മ്യൂണിസ്റ്റ് കണ്ണിലൂടെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതേസമയം മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഇപ്പം ഞാൻ പിണറായിയുടെ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഇടയ്ക്ക് കോട്ടയം സമ്മേളനത്തിനകത്ത് ഞാൻ പറഞ്ഞ പുള്ളിക്കുണ്ടാവുന്ന ഇച്ഛാഭംഗം. കോട്ടയം സംസ്ഥാന സമ്മേളനം 2008 നടക്കുമ്പോൾ
ഇദ്ദേഹം സമ്മേളന വേദിയിലേക്ക് വരുമ്പം ജനം ആർത്ത് വിളിക്കുക, മുഖ്യമന്ത്രിയാ ആർത്ത് വിളിക്കുക, കണ്ണേ കരളെ VSA. അതാണ് അന്നൊക്കെയാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. മലമ്പുഴയും തുടങ്ങിയ മുദ്രാവാക്യമാണ് കണ്ണേ കരളെ പിന്നെ VSA, ഞങ്ങളുടെ ചങ്ങിലെ പിന്നെ റോസാപ്പൂവേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഇത് വിളിച്ചപ്പോൾ പിണറായിക്ക് സഹിച്ചില്ല. പുള്ളി അതിനാണ് ഇത് ഉഷാവുതുപ്പിൻ്റെ ഗാനമേളയല്ല എന്ന് പറഞ്ഞത്. അല്ലാതെ അവിടെ കള്ളു കുടിച്ചു പിന്നെ കുപ്പി എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്നാൽ കള്ളുടിയന്മാരുടെ പാർട്ടിയാണെന്നുള്ളത് പുള്ളി പറയുന്നുണ്ട്. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പുള്ളി അമ്മയിക്കണം. അതെന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് കിട്ടാത്ത പ്രസക്തി വേറെ ആൾക്ക് കിട്ടുന്നതിൻ്റെ പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. BS അങ്ങനെ നോക്കിയിട്ടില്ല. BSും ആയിട്ട് എത്ര കാലം എതിർപ്പുണ്ടായിരുന്നെങ്കിലും BS മാരാരിക്കുളത്ത് തോറ്റു കഴിഞ്ഞപ്പോഴും കൊണ്ടുവന്ന് നേരെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് ഇപ്പുറത്ത് നായനാരെ പ്ലേസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം എതിർപക്ഷത്തുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ക്യാമ്പയിൻ നടത്തുന്നു. മറ്റൊരു ഇദ്ദേഹത്തെ തോപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ കാര്യം കൊണ്ടുണ്ട് അപ്പം അതിനകത്ത്. അപ്പം പാർട്ടി വിരുദ്ധ ലൈനിലേക്ക് എതിർപക്ഷത്തിന് ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരാണ് പളനിയും രവീന്ദ്രനാഥും ലോറൻസും എന്നൊക്കെയുള്ളത്. വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ എതിർ പാർട്ടിയെ ജയിപ്പിക്കരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സമരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഏറ്റവും അവസാനത്തെ ഏറ്റവും മികച്ച സെക്രട്ടറി VS അച്യുതാനന്ദനായിരുന്നു. ചടയം ഗോവിന്ദന് കുറച്ച് കാലേ കിട്ടിയുള്ളൂ. ചടയം ഗോവിന്ദൻ നല്ല സഖാവായിരുന്നെങ്കിലും ചടയം ഗോവിന്ദനും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോടിയേരിയുടെ കാലത്തും വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. കോടിയേരിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിജയരാഘവൻ പിന്നെ കളിയുടെ ആശാനായിരുന്നു. BS നിന്ന് ചടയനുമൊക്കെ കഴിഞ്ഞിട്ട് പിണറായി വരുന്നതോട് കൂടിയിട്ടാണ് പാർട്ടിയുടെ കണക്കുകൾ തെറ്റാൻ തുടങ്ങിയത്. പണ്ടെങ്ങനെയായിരുന്നു, CPM തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത്ര സീറ്റ് ഞങ്ങൾ ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അതിലൊരെണ്ണത്തിൽ മാറ്റം വരില്ലായിരുന്നു. കാരണം അവരെ സംഘടനാ മിഷണറി എങ്ങനെയായിരുന്നു, ബ്രാഞ്ച് തലത്തിൽ നിന്ന് ഉള്ള പ്രവർത്തകർക്ക് ഓരോരുത്തരുമായിട്ട് ബന്ധമുണ്ട്, LC-യിലുള്ളവർക്ക് ബന്ധമുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സ് വഹിക്കാൻ കഴിയും, ആർക്ക് വോട്ട് കൊടുത്തു എന്നുള്ളത് പറയാൻ കഴിയും. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്ക് എടുത്തു കഴിഞ്ഞാൽ CPM ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര സീറ്റ് വരെ പിടിക്കും എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി പറയായിരുന്നു, അല്ലെങ്കിൽ കണക്ക് ഒരു പുറത്തു വിടുമായിരുന്നു. അങ്ങനെ ഒരു മിഷണറി കേരളത്തിൽ വേറെ ഒരു പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇന്ന് വരെയുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പോലും ഞങ്ങൾ 12 സീറ്റിൽ ജയിക്കുന്നു. ഇപ്പം CPM സംസ്ഥാന കമ്മിറ്റിയുടെ കണക്കാ 12 സീറ്റാ, ഒറ്റ സീറ്റാണ് കിട്ടിയത്. ജനങ്ങളുമായി പാർട്ടി അകന്നുപോയി. കാരണം ഇവർക്ക് താല്പര്യമുള്ള ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് താല്പര്യമുള്ള പിണറായി പാർട്ടിയെ വിഴുങ്ങിയപ്പം താല്പര്യമുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ചു. അതേസമയം VS കൊണ്ടുവന്ന ആരെയൊക്കെയാണ്? VS പിണറായിയെ കൊണ്ടുവന്നു, കോടിയേരിയെ കൊണ്ടുവന്നു, T ശശിധരനെ കൊണ്ടുവരാൻ നോക്കി, മത്തായി ചാക്കോയെ കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. കാരണം പുള്ളിയെ കൊണ്ടുവന്നത് കൃഷ്ണപിള്ളയാണ്. കൃഷ്ണപിള്ള ഒരാളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വെറുതെ കൊണ്ടുവരുമോ? 10-16 വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തിട്ട് 18 വയസ്സ് വേണം പാർട്ടി മെമ്പർഷിപ്പ് കിട്ടാൻ. അന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിബർ എന്താണെന്നുള്ളത് കൃഷ്ണപിള്ളയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നീ ഫുൾ ടൈമർ ആവണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചുമതലകൾ ഏൽപ്പിക്കുന്നത്. അന്നത്തെ കാലത്ത് നിസ്വാർത്ഥരായിട്ടുള്ള സഖാക്കളാണ്. ഇത്രയും പിന്നെ ത്യാഗം സഹിച്ചിട്ടുള്ള വേറെ ഒരു സഖാവും ഇപ്പം ജീവിച്ചിരിപ്പില്ല. VSന് ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നത്. നമുക്കൊക്കെ ഇതറിയായിരുന്നു. ജനമനസ്സുകളുടെ, കേരളത്തിലെ ജനമനസ്സുകളിൽ ഒരു മുഖ്യമന്ത്രിയെ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന പോലെ മുഖ്യമന്ത്രിയെ നേരിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% വോട്ട് പുള്ളിക്ക് കിട്ടും. ബാക്കി സ്ഥാനാർത്ഥികൾക്കൊക്കെ കൂടെ 5%, 4% കിട്ടും. ചിലപ്പോൾ അധികാരത്തിൽ വരുന്നത് UDF ആയിരിക്കും, മറ്റേ മുഖ്യമന്ത്രി ഇങ്ങേരായിരിക്കും. അങ്ങനെ വരും. അതായത് ഞാൻ പറഞ്ഞ അതിനകത്തുള്ള ഡയറക്റ്റ് അപ്പുറത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഘടകം കൂടെ നിൽപ്പുണ്ടായിരുന്നു. അല്ല, ഉമ്മൻചാണ്ടി മോശക്കാരനല്ല. പക്ഷേ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ VS ഉമ്മൻചാണ്ടിയും കൂടെ നിൽക്കുമ്പം അതിനകത്ത് VS തന്നെയായിരിക്കും ഏറ്റവും സ്വീകാരനായിട്ട് വരിക. VS ഇല്ലാതെ ഉമ്മൻചാണ്ടി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിണറായി വിജയനല്ല, ലോകത്ത് ആര് വന്നു നിന്നാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ഉള്ളവർ നിന്നാലും 2%, 3% എന്നൊക്കെ പറഞ്ഞ് വീതിച്ചൊരു 25% എടുക്കാം. ഒരു 75% ഉമ്മൻചാണ്ടി പിടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കരിസ്മയുള്ള ലീഡറാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. വേണ്ട, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ പാർട്ടി മെമ്പർമാർ ഡയറക്റ്റ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആരും ഇരിക്കത്തില്ല. MP ഗോവിന്ദൻ മാഷും ഇരിക്കത്തില്ല, പിണറായി വിജയനും ഇരിക്കത്തില്ല, ആരും ഇരിക്കത്തില്ല. പാർട്ടി മെമ്പർമാരുടെ ഇടയിൽ ഇത്രയും സ്വീകാര്യത അദ്ദേഹത്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞല്ലോ. പാർട്ടിക്കാരാണല്ലോ ഒന്നും ഇൻക്ലാബ് വിളിക്കുന്നു, എന്തായാലും CPMകാരാണല്ലോ. കോൺഗ്രസ്സുകാരും BJPക്കാരും വിളിക്കത്തില്ലല്ലോ. പ്രിയ സഖാവേ എന്ന് പറയുകയും CPM സിന്ദാബാദ് വിളിക്കുകയും ചെങ്കൊടി കയ്യിലെന്തുകയും ചെയ്തവർ എന്തായാലും കോൺഗ്രസ്സുകാരും ലീഗുകാരും BJPക്കാരും അല്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. 2 ചെറുപ്പക്കാർ അവിടെ വന്നിട്ട് അതിൽ ഒരു പയ്യൻ അവൻ VSനെ കുറിച്ച് എഴുതിയ കവിത ഏത് ചാനലിലാണെന്ന് തോന്നുന്നില്ല, വായിച്ച് കേൾപ്പിക്കുക. വേറൊരു പയ്യൻ പറയുകയാണ്, എൻ്റെ അമ്മ സുഖമില്ലാതായപ്പോൾ ബ്രാഞ്ച് നടത്തി പ്രവർത്തിക്കുക മഹിളാ അസോസിയേഷനിൽ. അങ്ങനെ ഇവർ മരിച്ചപ്പം ആശുപത്രിയിൽ ചെന്നു. എന്നിട്ട് വേണ്ട കാര്യങ്ങൾ ഉടനെ തന്നെ, പിന്നെ ഇവന് സുഖമില്ലാതായ കാര്യം അമ്മ അതിനു മുമ്പ് പറഞ്ഞപ്പോഴും നേരെ ആരോഗ്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു. വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവരെ വിളിച്ചു. ഇങ്ങനെ ഓരോ മനുഷ്യരെയും ഇയാൾക്ക്, ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കും അങ്ങനെ ഗുണമുണ്ടായിരുന്നു, ഓരോ മനുഷ്യരെ സഹായിച്ചിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ മനുഷ്യരെ സഹായിച്ച ആളാണെന്നുള്ളത് നമുക്കറിയത്തില്ല.
ഇപ്പം അതേ ക്വാളിറ്റി ചാണ്ടി ഉമ്മൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം അടുത്താണ് പുറത്ത് വന്നത്. ചാണ്ടി ഉമ്മൻ ഒരിക്കലും വിളിച്ചു പറഞ്ഞിട്ടില്ല ഞാൻ അത്രയും വീട് കൊടുത്തെന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് പറയാതെ കാര്യങ്ങൾ ചെയ്യുകയും മതികെട്ടാൻ മല കയറുന്നു, അട്ട കടിക്കുന്നു. ഏത് പ്രായത്തിലാണെന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ ഏത് അവന്മാരെ കയറുന്നത്? ഇവർക്ക് അമേരിക്കയിൽ പോകാനും ഫ്രാൻസിൽ പോകാനും പാരീസിൽ ലോക ടൂറിസം മേളയ്ക്ക് പോകാനും ഒക്കെ സമയമുണ്ടല്ലോ. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പലരും പറയുന്ന പോലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും പിന്നെ കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം പാലോളി മുഹമ്മദ് പി കെ ഗുരുദാസനും നേതൃത്വത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. VS-ന്റെ അതേ ക്വാളിറ്റിയുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്. അത്രയും നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ലീഡർഷിപ്പ് അവരിലേക്ക് എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. ഈ പാർട്ടിക്കകത്ത് പാവപ്പെട്ട ഒരുപാട് പ്രവർത്തകരുണ്ടെന്നേ, ഒന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുന്നവർ. മരിച്ചാലും അപ്പോൾ VS ജനങ്ങൾക്കിടയിൽ ജീവിക്കും, ഒരു ചരിത്രമായിട്ട് തന്നെ, അല്ലെങ്കിൽ പല ആളുകൾക്കും പോരാട്ടത്തിനുള്ള ഒരു ആവേശമായിട്ട് തുടരും VS എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക.